ഹായ് കൂട്ടുകാരെ, ഇത് പൈപ്പ് ക്ലീനർ വെച്ച് ചെയ്യുന്ന ഒരു ഫ്ലവറിൻ്റെ വീഡിയോ ആണ്. അതിനെന്തൊക്കെ മെറ്റീരിയൽ വേണം നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് ഒരു സിസേഴ്സാണ്. ഏത് തരത്തിലുള്ള സിസേഴ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു നൂൽക്കമ്പിയാണ്. എൻ്റെ കയ്യിൽ ഈ നൂൽക്കമ്പി ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഇതെടുത്തു. പിന്നെ വേണ്ടത് പശയാണ്. ഇത് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് B7000 എന്ന് പറയുന്ന ഒരു പശയാണ്. ഇത് പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അടുത്ത് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് തണ്ടിനൊക്കെ ഗ്രീൻ കളർ നൽകുന്ന ഒരു ടേപ്പാണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ഗ്ലൂ ഗൺ ഇല്ലാത്തതുകൊണ്ട് ഈ നൂല് വെച്ചിട്ടാണ് ഞാൻ ഫ്ലവേഴ്സിൻ്റെ ഇതളുകൾ ഉറപ്പിക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മെയിൻ ഐറ്റമായ പൈപ്പ് ക്ലീനറാണ്. അടുത്തത് പൈപ്പ് ക്ലീനർ ഓരോന്നെടുത്ത് നമുക്ക് ഓരോ ഇതളുകൾ വെച്ച് ഉണ്ടാക്കാം. ഞാനിവിടെ ഓറഞ്ച് കളറ് വെച്ചാണ് ഫ്ലവർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം പൈപ്പ് ക്ലീനർ എടുത്ത് രണ്ടായി മടക്കി സെൻറ്ററിൽ നിന്ന് പിന്നെ നാലായിട്ട് മടക്കി ഇങ്ങനെയാണ് ഞാൻ ഇതൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റും. 6 ഇതളാണ് വേണ്ടത്. ഒരു ഫ്ലവറിന് 6 ഇതൾ വേണം. ഇങ്ങനെ ഓരോ പൈപ്പ് ക്ലീനറും എടുത്ത് നമ്മൾ ഓരോ ഫ്ലവർ വീതം സെറ്റ് ചെയ്ത് അങ്ങനെ 6 ഇതളുകൾ വേണം ഒരു ഫ്ലവറിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇതളിൻ്റെ ഫൈനൽ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ 6 ഉണ്ടാക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ മുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൈപ്പ് ക്ലീനർ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ആ വലിയ ഇതളുണ്ടാക്കിയതുപോലെ തന്നെ ചെറിയ 4 ഇതളുണ്ടാക്കണം ഒരു ഫ്ലവറിന്. അത് നമ്മൾ ചെറിയൊരു മുട്ടാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് 2-3 ഫ്ലവറിൻ്റെ ഇടയിൽ 2 മുട്ട് നിൽക്കുന്ന രീതിക്കാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് ചെറിയ ഇതൾ വരുന്നത്. അങ്ങനെ മൊത്തം ഇതളുകളും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. 3 വലിയ ഫ്ലവറിനും 2 ചെറിയ മുട്ടിന് വേണ്ടിയിട്ടുള്ള ഇതളുകളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഫ്ലവറിൻ്റെ വീഡിയോയാണ് ഇത്. എങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കാം എന്നതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അടുത്തതായിട്ട് ഈ യെല്ലോ കളർ പൈപ്പ് ക്ലീനർ എടുത്തിട്ട് നമുക്ക് സെൻറ്ററിലാണ് വെക്കേണ്ടത്. ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വരാൻ പാകത്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ ചെറുതായിട്ട് ചുറ്റി ചെയ്തിട്ട് സെൻറ്ററിൽ ഒരു റൗണ്ട് പോലെ വരണം. അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാൻ പാകത്തിനൊരു റൗണ്ടായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഓരോ ഇതൾ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ ഗ്ലൂ ഗൺ ഇല്ലാത്തതുകൊണ്ട് നൂല് വെച്ചിട്ടാണ് ചുറ്റുന്നത്. ഓരോ പ്രാവശ്യം ഇങ്ങനെ ചുറ്റി കൊടുത്ത് മൊത്തം 6 ഇതളുകളാണ് വെക്കേണ്ടത്. എല്ലാം ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് പയ്യെ റോൾ ചെയ്ത് ചുറ്റി കൊടുക്കണം. നടുക്ക് അത് സെൻറ്ററിൽ വരാൻ പാകത്തിന് മൊത്തം 6 ഇതളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു ഫ്ലവർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് 3 വലിയ ഫ്ലവറും 2 ചെറിയ ഫ്ലവറും സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഇത് ഫസ്റ്റ് തന്നെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിപ്പോൾ ലാസ്റ്റാണ് ചെയ്തതെന്ന് മാത്രം. ഈ നൂൽക്കമ്പി എടുത്ത് അതിൻ്റെ സെൻറ്ററിൽ കൂടെ കടത്തി വിട്ടിട്ട് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പോട്ടിലൊക്കെ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലവറിൻ്റെ തണ്ട് പോലെ വരാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ലാസ്റ്റ് നമുക്ക് ഗ്രീൻ കളറ് ടേപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കണം. ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഫ്ലവറിൻ്റെ ഇതളുകൾ വെക്കുന്നതിന് മുമ്പ് തന്നെ ഈ നൂൽക്കമ്പി അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ B7000 പശ വെച്ചിട്ട് മേലെ വെച്ചിരിക്കുന്ന ആ യെല്ലോ കളറൊന്ന് നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. ഇതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടും. പിന്നെ നമുക്ക് അടിയിൽ ആ ഗ്രീൻ കളർ ടേപ്പ് ഒട്ടിക്കാൻ വേണ്ടി സാധാ പശയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ചെറുതായിട്ട് ആ ഫ്ലവറിൻ്റെ തണ്ട് വരാൻ പാകത്തിന് റോൾ ചെയ്ത് അറ്റം വരെ നമ്മൾ ചെറുതായിട്ട് പശ വെച്ചിട്ട് റോൾ ചെയ്യണം. ഇങ്ങനെ ഓരോ ഫ്ലവർ വെച്ച് നമ്മൾ ചെയ്യണം. ഇങ്ങനെ മൊത്തം നമുക്ക് 3 ഫ്ലവർ ഉണ്ടാക്കണം. ലാസ്റ്റ് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പോട്ടിൽ സെറ്റ് ചെയ്യണം. ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതൊരു പോട്ടിൽ സെറ്റ് ചെയ്ത് നമുക്ക് കണ്ടാലോ?
ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് നാച്ചുറൽ ഇലകളും കൂടെ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ എടുത്തായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്